ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ 2 കിലോ വെയിറ്റ് വരുന്ന ഒരു 2 ടയർ കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. കസ്റ്റമൈസ്ഡ് 2 ടയർ കേക്കാണ്. ഇതിന് സ്പഞ്ച് വന്നിട്ട് ബ്ലൂ വെൽവെറ്റ് കേക്കാണ്. ഓവൻ ഇല്ലാതെ ഈസി ആയിട്ട് ആർക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് ബട്ടർ മിൽക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ വിനീഗർ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ നീരും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് നന്നായിട്ട് കേർഡിലായിട്ട് കിട്ടും. നമ്മൾ റെഡ് വെൽവെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതും ചെയ്യുന്നത്. ആകെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ബ്ലൂ കളറാണ് എന്ന് മാത്രം. ഇനി ഒരു ബൗളിലേക്ക് 4 മുട്ട ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 kg വെയിറ്റ് വരുന്ന കേക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 1 കിലോനാണ് വേണ്ടതെങ്കിൽ ഞാൻ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾ പകുതിയാക്കി എടുത്താൽ മതി. അതായത് ഇപ്പോൾ 4 മുട്ട എടുക്കുന്നതിന് പകരം 2 മുട്ട എടുക്കുക, ബട്ടർ മിൽക്ക് 1/2 കപ്പ് എടുക്കുക. അങ്ങനെ എല്ലാം നിങ്ങൾ പകുതിയാക്കി ചെയ്താൽ നിങ്ങൾക്ക് 1 കിലോ വെയിറ്റ് വരുന്ന ബ്ലൂ വെൽവെറ്റ് കേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ബീറ്റായി വന്നാൽ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പൊടിച്ച പഞ്ചസാര ഞാനിവിടെ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എത്രയാണോ ഫ്ലോർ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ പഞ്ചസാര പൊടിച്ചത് എടുക്കണം. ഇനിയിപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1.5 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര എടുത്താൽ മതിയാവും. മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റായിട്ട് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ലോ സ്പീഡിൽ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. ഇത് മിക്സ് ആയി വന്നാൽ നമ്മൾ നേരത്തെ കേർഡിലാവാൻ വേണ്ടി മാറ്റി വെച്ച ബട്ടർ മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും ഇതേപോലെ കുറച്ചായിട്ട് വേണം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എത്ര പെട്ടെന്ന് നമുക്കിത് കേർഡിലായിട്ട് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ടെക്സ്ചറിലാവണം നമ്മുടെ ബട്ടർ മിൽക്ക്. എന്നാലാണ് നമുക്ക് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ പാലും ഓയിലൊക്കെ ചേർക്കുമ്പോൾ നല്ല ലോ സ്പീഡിലിട്ടിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് കേക്കിൻ്റെ ഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കേക്കിൻ്റെ ഫ്ലോർ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ ഫ്ലോർ ചെയ്തെടുത്തതെന്ന് നോക്കിയിട്ട് വായോ. അപ്പോൾ ബ്ലൂ വെൽവെറ്റ് കേക്കിൻ്റെ സ്പഞ്ചിന് വേണ്ടിയുള്ള ഫ്ലോറിനായിട്ട് 2 കപ്പ് അളവിൽ മൈദ ചേർക്കണം. അപ്പോൾ ചെറിയ അരിപ്പായതിൻ്റെ പേരിൽ 2 തവണയായിട്ടാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത്. മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു തവണ അരിച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിസ്കോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഫ്ലോറെല്ലാം കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ വീഡിയോസിലും ഫ്ലോർ മിക്സ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്യാമെന്ന് കരുതിയത്. ഇനി നമുക്ക് ഇതിലേക്ക് കളർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബ്ലൂ വെൽവെറ്റ് ആയതിൻ്റെ പേരിൽ നമ്മൾ ബ്ലൂ കളർ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഷെഫ് മാസ്റ്ററിൻ്റെ ബ്ലൂ കളർ, സ്കൈ ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര കളറാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3-4 ഡ്രോപ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരെണ്ണം 5 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റിലും ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഹൈറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് പൊങ്ങി പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു കേക്ക് ടിന്നിൽ ഓയിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ആ കേക്ക് ടിന്നിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ 8 ഇഞ്ചിൻ്റെയും 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ വലിയ കേക്ക് റെഡി ആയിട്ടുണ്ട്. ബേക്ക് ചെയ്യാനെടുത്ത ടൈം എന്ന് പറയുന്നത് 35 മിനിറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ചെറിയ കേക്ക് ബേക്ക് ആവാൻ കുറച്ചധികം സമയം എടുത്തിട്ടുണ്ട്. 45 മിനിറ്റ് ആണ് ചെറിയ കേക്ക് ബേക്ക് ആവാനെടുത്ത ടൈം. ഇനി നമുക്ക് കേക്ക് ലെയർ ചെയ്തെടുക്കാം. കേക്ക് മുഴുവനായിട്ട് ചൂട് മാറിയതിന് ശേഷമാണ് ലെയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലെയർ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ടോപ്പ് പോർഷനൊക്കെ ഒന്ന് ഈവൻ ആക്കി കൊടുക്കുന്നുണ്ട്. ചരിഞ്ഞ ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഈവൻ ആക്കി കൊടുക്കുക. കാരണം നമ്മൾ 2 ടയർ കേക്കാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ചെരിഞ്ഞിട്ടാകും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ കേക്ക് ഇതേപോലെ ഞാൻ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്
3 ലെയറായിട്ട്. ഇനി നമുക്ക് ക്രീം വിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ക്രീം 2 ബാച്ചായിട്ടാണ് വിപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2.5 കപ്പ് അളവിൽ ക്രീം ആദ്യം ഒന്ന് വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ക്രീം വിപ്പ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഫിയോണ ക്രീമിന് ഒരു ഇത്തിരി മധുരക്കുറവുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ഐസിങ് ഷുഗറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ കേക്ക് ഇനി നമുക്ക് അസംബിൾ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് 2 kg കേക്കിൻ്റെ ബേസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ക്രീം സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ശേഷം നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 1.5 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 3/4 കപ്പ് അളവിൽ പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തെടുത്ത ഷുഗർ സിറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പിൽ ഷുഗർ സിറപ്പ് ചെയ്തെടുക്കാം. നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന വെള്ളത്തിൽ ചെയ്തെടുക്കുന്ന പോലെ അങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു എക്സ്ട്രാ ഫ്ലേവറിനായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തു എന്ന് മാത്രം. കേക്ക് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഓരോ ലെയറും നമ്മൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഫില്ലിംഗ് ആയിട്ട് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ടേസ്റ്റിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കൊക്കെ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. കേക്ക് ഇവിടെ മുഴുവനായിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ക്രം കോട്ട് ചെയ്താൽ മതി. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ശേഷം നമുക്ക് അടുത്ത കേക്ക് എടുക്കാം. അതും ഞാനിവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ വലിയ കേക്ക് ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കണം. ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോ ലെയറും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അധികം വിസ്തീർണ്ണം ഇല്ലാത്ത പാനിലാണ് നമ്മളിത് ബേക്ക് ആവാനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്കിത് ബേക്ക് ആവാൻ ഒരു ഇത്തിരി സമയം എടുത്തിട്ടുണ്ട്. 45 മിനിറ്റാണ് ഇത് ബേക്ക് ആവാനെടുത്ത ടൈം. അല്ലെങ്കിൽ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഇപ്പം 6 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 7 ഇഞ്ചിൻ്റെ ഒക്കെ കേക്കിനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും സമയം വരില്ല. ഒരു 30 മിനിറ്റൊക്കെ തന്നെ മതിയാവും. അപ്പോൾ ഇത് രണ്ടാമത്തെ കേക്കും ഞാനിവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം ക്രം കോട്ട് ചെയ്തെടുത്ത കേക്ക് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ക്രീം വെച്ചിട്ട് കേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 2 ടയർ കേക്കിന് എപ്പോഴും പറയുന്ന ടിപ്പിൽ ഒന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മുഴുവനായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കൂടുതൽ നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ഇടിഞ്ഞു വീഴുക, അതുപോലെ തന്നെ ചെരിഞ്ഞു പോകുക. അതിൻ്റെയൊക്കെ മെയിൻ റീസൺ നമ്മൾ കേക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാത്ത പ്രശ്നമാണ്. അപ്പോൾ ഞാനിതിന് ടോപ്പ് പോർഷൻ മാത്രമേ കവർ ചെയ്തെടുക്കുന്നുള്ളൂ. സൈഡിൽ നമ്മൾ റൊസെറ്റാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം എന്നില്ല. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്നിട്ട് ഒരു 5-6 മണിക്കൂറിന് ശേഷം നമുക്കിത് ഡിസൈൻ ചെയ്ത് എടുക്കാം. അപ്പോൾ ആ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനും നമ്മുടെ ചെറിയ കേക്കിൻ്റെ മുഴുവനായിട്ടുള്ള കവറിങ്ങിനുമായിട്ട് ഞാൻ 1.5 കപ്പ് അളവിൽ ക്രീം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീം ഇവിടെ ബീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രീമിൻ്റെ പകുതി ഭാഗത്ത് 2 കളറായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഭാഗമാണ് ഈ കേക്ക് കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ചെറിയ കേക്ക് മുഴുവനായിട്ട് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ചെറിയ കേക്ക് മുഴുവനായിട്ട് ക്രീം വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മോർണിംഗ് ഇത് സ്റ്റാക്ക് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ ബാക്കി വന്ന ക്രീം 2 കളറിലാക്കിയിട്ട് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു നോസിൽ വെച്ചിട്ടാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റൊസെറ്റ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ ഇതേപോലെ 2 പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇങ്ങനെ ക്രീം മാറ്റിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരൊറ്റ പൈപ്പിംഗ് ബാഗിലാക്കി ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ ക്രീം വെച്ചിട്ടൊന്ന് ഫ്ലാറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ ഇതൊട്ടും തന്നെ കൊള്ളില്ല. അപ്പോൾ നമ്മൾ കേക്കിൽ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ഫ്ലേവറിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നുണ്ടോ എന്ന് നോക്കാം. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ആദ്യം എന്താണെന്ന് വെച്ചാൽ ബ്ലൂ കളർ കുറച്ചും കൂടി കൂടുതൽ വരണം എന്നാണ്. അപ്പോൾ ആ പൈപ്പിംഗ് ബാഗ് ഒന്നും കൂടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തപ്പം അത് കറക്റ്റായിട്ട് വരുന്നുണ്ട്.
ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് സൈഡിൽ അധികം ക്രീം വെക്കാത്തതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ. കാരണം നമ്മൾ സൈഡിൽ നല്ല കട്ടിയിലാണ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, ഇതുപോലെ റോസറ്റ് വരച്ച് കൊടുക്കുന്നതുകൊണ്ട്. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് ചുറ്റിച്ച് കൊടുത്താൽ നമുക്ക് റോസറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ കേക്ക് നമ്മൾ 6 മണിക്കൂർ വരെ സെറ്റ് ചെയ്യുന്നതിന് മുമ്പാണ് കേട്ടോ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെറ്റ് ആയതിനു ശേഷം ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ കരുതി റോസറ്റ് വരച്ചതിന് ശേഷം ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാമെന്ന്. അപ്പോൾ ഇനി നമുക്ക് ഷുഗർ ബോൾസ്, ഇതുപോലെയുള്ള ഷുഗർ ബോൾസ് നമുക്ക് ബേക്കിംഗ് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അത് നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇതിന് ചെറിയ സൈസുണ്ട്, വലിയ സൈസുണ്ട്. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്തെടുക്കുക. ഞാനൊരു ഐഡിയ തരുന്നു എന്ന് മാത്രം. ഇനി നമുക്ക് ഫോണ്ടന്റ് വർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഫോണ്ടന്റ് വർക്ക് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, കാരണം അടുത്ത വീഡിയോ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ ഈ വീഡിയോ നല്ല ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ കുറച്ച് ബട്ടർഫ്ലൈസും ഫ്ലവേഴ്സും പിന്നെ പേരൊക്കെ എഴുതിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇനി നമുക്ക് കേക്ക് ഇതിൻ്റെ മുകളിൽ സ്റ്റാക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഡെലിവറി ചെയ്യുന്നതിൻ്റെ കുറച്ച് മുമ്പ്, അതായത് ഒരു 2-3 മണിക്കൂർ മുമ്പാണ് ഞാനിത് സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം ഓവർനൈറ്റ് ഇരുന്നിട്ട് നമ്മുടെ കേക്ക് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി എല്ലാ 2 ടയർ കേക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സ്ക്യൂവർ നമുക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോ ആയാലും മതി. കേക്കിൻ്റെ ബേസിൽ ഒരു 5-6 സ്ട്രോ അല്ലെങ്കിൽ ഇതുപോലുള്ള വലിയ സ്ക്യൂവർ നമുക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. മുകളിൽ നമ്മൾ കേക്ക് വെക്കുമ്പം അതൊന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. സ്റ്റിക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് കേക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് കേക്കിൻ്റെ ബേസ് ഒന്ന് ഇളക്കി കൊടുക്കണം. പതിയെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്ക് ഇവിടെ നന്നായിട്ട് സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് വെർമിസേലി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സൈഡിലൊക്കെ ക്രീമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പാലറ്റ് നൈഫ് വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അധികം ടെൻഷനുള്ള കാര്യമൊന്നുമില്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ഞാൻ ചോക്ലേറ്റ് വെർമിസേലി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 കേക്കിൻ്റെ ഹൈറ്റിൻ്റെ അളവിൽ നമുക്ക് ഒരു വലിയ സ്റ്റിക്ക് കൂടി ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. രണ്ടിനെയും കൂടിയിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശേഷം നമ്മൾ ചെയ്ത ഫോണ്ടന്റ് വർക്കും കൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ നെയിം ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചുറ്റിലും ബട്ടർഫ്ലൈസും ഫ്ലവേഴ്സും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കസ്റ്റമർ പറഞ്ഞതനുസരിച്ചിട്ടാണ് ഈ കളർ കോമ്പിനേഷനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കേക്കിന് ബ്ലൂ വെൽവെറ്റ് കേക്കിന് യൂഷ്വലി 600 രൂപയാണ് റേറ്റ്. 1 kgക്ക് 600 രൂപയാണ് റേറ്റ്. അപ്പോൾ 2 kgയുടെ വെയിറ്റും പിന്നെ നമ്മൾ ചെയ്യുന്ന ഫോണ്ടന്റ് വർക്കും പിന്നെ 2 ടയർ അതിൻ്റെ വർക്കും അതൊക്കെ ചാർജ് ചെയ്തിട്ടാവും നമ്മളിത് വാങ്ങുക. പിന്നെ ഒരു ടോപ്പർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോപ്പറിൻ്റെ എമൗണ്ട് ഞാൻ ഇതിൽ നിന്ന് വാങ്ങിക്കാറില്ല, പക്ഷേ ചിലവരൊക്കെ വാങ്ങിക്കാറുണ്ട്. വാങ്ങിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ എമൗണ്ടൊക്കെ പറഞ്ഞത് ഹോം ബേക്കേഴ്സിന് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പല സ്ഥലങ്ങളിലും കേക്ക്സിന് പല റേറ്റും ആയിരിക്കും. ഞാൻ ഇവിടെയുള്ള റേറ്റാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാ ടോപ്പറും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലുള്ള ബോക്സിലാണ് നമ്മൾ ഇത് ഡെലിവറി ചെയ്യുന്നത്. 2 ടയറിൻ്റെ ബോക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും. 80 രൂപയാണ് ഈ ഒരു ബോക്സിൻ്റെ റേറ്റ്. ചില സ്ഥലങ്ങളിൽ 100 രൂപയും മേടിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. താങ്ക്